ഹായ് മിസ് ബയോകെമിസ്ട്രി. ഇന്നത്തെ ടോപ്പിക്ക് ഡിസ്കവറി ഓഫ് സെൽ ആൻഡ് സെൽ തിയറി. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം. നമുക്കാദ്യം എന്താണ് സെൽ എന്ന് നോക്കാം. നമ്മുടെ ലിവിങ് ഓർഗാനിസത്തിൻ്റെ, അതായത് ലിവിങ് ആയിട്ടുള്ള എന്ത് ക്രിയേച്ചറിൻ്റെയും ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റാണ് സെൽസ് എന്ന് പറയുന്നത്. അതായത് ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ സെൽസ് ഇല്ല എങ്കിൽ അവർക്ക് ലിവിങ് ആയിട്ടിരിക്കാൻ സാധിക്കില്ല. അപ്പോൾ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്, ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റാണ് സെൽസ് എന്ന് പറയുന്നത്. സെൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് നേക്കഡ് ആയതുകൊണ്ട് കാണാൻ പറ്റാത്ത അത്രയ്ക്കും സ്മോളസ്റ്റ് ആയിട്ടുള്ള യൂണിറ്റാണ്. നമ്മുടെ ലൈഫിൻ്റെ ഓരോ പ്രോസസ്സും ക്യാരി ഔട്ട് ചെയ്യുന്നത് ഈ സ്മോളസ്റ്റ് യൂണിറ്റ്സ് ആണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഓർഗാനിസംസ് എല്ലാം മെയ്ഡ് ചെയ്തിട്ടുള്ളത് സെൽസ് വെച്ചിട്ടാണ്. അത് 1 or more സെൽസ് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ലിവിങ് ഓർഗാനിസംസ് ഉണ്ട്. അതായത് 1 സെൽഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് യൂണിസെല്ലാർ ഓർഗാനിസംസ്. അത് നമുക്കറിയാം, ബാക്ടീരിയ, ഫംഗൈ, വൈറസ് പോലെയുള്ളത്. അപ്പോൾ ബാക്ടീരിയ നമുക്ക് എക്സാമ്പിൾസ് ഒക്കെ അറിയാമെന്നുള്ളതാണ്. പാരമീസിയം, യൂഗ്ലീന, അമീബ ഒക്കെ യൂണിസെല്ലാർ ഓർഗാനിസംസ് ആണ്. അതുപോലെ തന്നെ മൾട്ടി സെല്ലാർ ആയിട്ടുള്ള പ്ലാന്റ്സ്, അനിമൽസ് ഒക്കെ മൾട്ടി സെല്ലാർ, മോർ ദാൻ സെൽസ് ഉള്ളതാണ് മൾട്ടി സെല്ലാർ ഓർഗാനിസംസ്. ഈ സെൽസ് എന്ന് പറയുമ്പോൾ സൈസ് വളരെയധികം സ്മോൾ ഇൻ സൈസാണ്. സൈസ് സ്മോൾ ആണെങ്കിൽ പോലും നമ്മുടെ ലൈഫിന് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചെറിയ ഘടകം എന്ന് പറയുന്നതിനേക്കാളും ഒരു വലിയ ഘടകമാണ് സെൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സെൽസ് ലൈഫിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ലൈഫ് മുന്നോട്ട് പോകുന്ന തന്നെ സെൽസിൻ്റെ ബേസിസിലാണ്. ഇപ്പോൾ സെൽ ഇല്ല എങ്കിൽ ഒരു ലൈഫ് എക്സിസ്റ്റ് ചെയ്യില്ല. അത്രയ്ക്കും എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റാണ്, സ്മോളസ്റ്റ് യൂണിറ്റാണ് സെൽ എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഡിസ്കവറി ഓഫ് സെൽസ്. അപ്പോൾ സെൽ എന്ന വേർഡ് ഫസ്റ്റ് കൊണ്ടുവന്നത് ഒരു ബ്രിട്ടീഷ് സയൻറ്റിസ്റ്റാണ്, റോബർട്ട് ഹൂക്ക് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ഇൻ ദ ഇയർ 1665. അപ്പോൾ 1665 റോബർട്ട് ഹൂക്ക് എന്ന് പറയുന്ന ബ്രിട്ടീഷ് സയൻറ്റിസ്റ്റ് സെൽ എന്ന് പറയുന്ന വേർഡ് ഫസ്റ്റ് റെഫർ ചെയ്തത് ടു ടൈനി യൂണിറ്റ്സ് ഓഫ് ലൈഫ്. ലൈഫിൻ്റെ ടൈനി യൂണിറ്റ്സിന് സെൽ എന്ന പേര് കൊടുത്തത് ഇദ്ദേഹമാണ്. അദ്ദേഹം കോർക്ക് ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഒരു കോർക്കിൻ്റെ തിൻ സ്ലൈസ് മൈക്രോസ്കോപ്പിൽ വ്യൂ ചെയ്തു. അപ്പോൾ അയാൾക്കതിന് മൈക്രോസ്കോപ്പ് വഴി ഒരു ഹണി കോം സ്ട്രക്ചർ പോലെയാണ് കാണാനായിട്ട് സാധിച്ചത്. ഞാനതിൻ്റെ പിക്ചർ താഴെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പിക്ചർ അദ്ദേഹം മൈക്രോസ്കോപ്പ് വഴി കണ്ടിട്ട് അയാൾ ഡ്രോ ചെയ്ത ഒരു പിക്ചറാണ് ഫസ്റ്റത്തെ പിക്ചർ. പിന്നെ ആക്ച്വൽ കോർക്കിൻ്റെ ടിഷ്യൂസ് മൈക്രോസ്കോപ്പ് വഴി കാണുന്ന പിക്ചറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹണി കോം സ്ട്രക്ചറാണ് അയാൾക്കതിൽ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഇത് ടൈനി യൂണിറ്റ്സോ പോലെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഇയാൾ ഇതിനെ സെൽ എന്ന് വിളിച്ചു. അങ്ങനെയാണ് സെൽസ് എന്ന പേര് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ ഹ്യൂമൻ സെൽസ്, നമ്മുടെ മനുഷ്യൻ്റെ സെൽസും ബാക്ടീരിയയുടെ സെല്ലും ഫസ്റ്റ് ഒബ്സർവ് ചെയ്ത പേഴ്സൺ ലീവൻ ഹെക്ക് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെയാണ് സെല്ലിന് കോമൺ ആയിട്ട് പറയാനുള്ളത്. അടുത്ത ടോപ്പിക്ക് സെൽ തിയറി. സെൽ തിയറി എന്ന് പറയുന്നത് ഒരു ഏർലി 1800 ആയ സമയത്ത് ഒരുപാട് സയൻറ്റിസ്റ്റ് നമ്മുടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓർഗാനിസത്തിൻ്റെ സെൽസിനെ ഒബ്സർവ് ചെയ്യാനും അതിൻ്റെ സ്റ്റഡി നടത്തുവാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ ഒബ്സർവേഷൻസിൻ്റെ ഫലമായിട്ട് 2 ജർമ്മൻ സയൻറ്റിസ്റ്റ് നെയ്മഡ് തിയോഡർ ഷാൻ ആൻഡ് മത്തിയാസ് ജേക്കബ് ഷീൽഡൻ, ഇവർ രണ്ടുപേരും ഒരു ലിവിങ് ബീയിങ് എന്ന് പറയുമ്പോൾ ഹ്യൂമൻസ് മാത്രമല്ല, ഒരു ലിവിങ് ക്രിയേച്ചറിൻ്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് സെൽസ് ആണെന്ന് ഇവർ പ്രപ്പോസ് ചെയ്തു. അപ്പോൾ 2 ജർമ്മൻ സയൻറ്റിസ്റ്റാണ് ലിവിങ് ബീയിങ്സിൻ്റെ, അതായത് ലിവിങ് തിങ്സിൻ്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് സെൽസ് ആണെന്ന് പ്രപ്പോസ് ചെയ്തത്, ഷ്വാൻ ആൻഡ് ഷീൽഡൻ. അപ്പോൾ ഇവരിങ്ങനെ പ്രപ്പോസ് ചെയ്തതിന് ശേഷം ഏകദേശം അറൗണ്ട് 1850 ആയപ്പോഴത്തേക്കും ഒരു ജർമ്മൻ ഡോക്ടറായിട്ടുള്ള റുഡോൾഫ് വിർഷോ വേറൊരു സ്റ്റഡി കൊണ്ടുവന്നു. അയാൾ മൈക്രോസ്കോപ്പിൽ സെൽസിനെ സ്റ്റഡി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇയാൾ കണ്ടുപിടിച്ചൊരു കാര്യമാണ്, ഒരു പുതിയ സെൽസ് ഡിവൈഡ് ചെയ്തിട്ടാണ് ഫോം ചെയ്യുന്നതെന്ന് കണ്ടുപിടിച്ചു. സെൽസ് ഡിവൈഡ് ചെയ്ത് പുതിയ ന്യൂ സെൽസ് ഫോം ചെയ്യുന്നു എന്ന് ഇയാൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇയാൾ റിയലൈസ് ചെയ്തത് ഒരു ലിവിങ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡിവിഷൻ്റെ ഫലമായിട്ടാണ്, സെൽസ് ഡിവൈഡ് ചെയ്താണ് പുതിയ സെൽ ഉണ്ടാകുന്നതെന്ന് ഇയാൾ കണ്ടുപിടിച്ചു. അങ്ങനെ ഈ റിയലൈസേഷൻ്റെ ബേസിസിൽ വിർഷോ പ്രപ്പോസ് ചെയ്തൊരു കാര്യമാണ്, ലിവിങ് സെൽസ് അറേസ് ചെയ്യുന്നത് ഒരു പ്രീ എക്സിസ്റ്റിംഗ് ലിവിങ് സെൽസിൽ നിന്നാണ്. അതായത് ഒരു ലിവിങ് ആയിട്ടുള്ള സെൽസിൽ നിന്നാണ് പുതിയൊരു സെൽ ഉണ്ടാകുന്നതെന്നാണ് ഇയാൾ കൊണ്ടുവന്ന ഒരു പ്രപ്പോസ്. അതായത് 3 തിയറി അപ്പോൾ ഏകദേശം സെറ്റായി വന്നു. അങ്ങനെയാണ് ഒരു സെൽ തിയറി ഫോം ചെയ്തത്. അത് അടുത്ത സ്ലൈഡിൽ ആഡ് ചെയ്യാം.
അപ്പോൾ ഈ സ്ലൈഡിൽ കാണുന്നതാണ് 3 സെൽ തിയറീസ്. ഷ്വാൻ, ഷീൽഡൻ, വിർഷോ ഇവരുടെ 3 പേരുടെ ഒബ്സർവേഷൻസിൽ നിന്നാണ് സെൽ തിയറി ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ്, ഓൾ ഓർഗാനിസംസ് ആർ കമ്പോസ്ഡ് ഓഫ് 1 or more സെൽസ്. അപ്പോൾ എല്ലാ ഓർഗാനിസംസും കമ്പോസ് ചെയ്തിട്ടുള്ളത് ഒന്നോ അതിലധികമോ സെൽസ് കൊണ്ടിട്ടാണ്. അപ്പോൾ ഈ പോയിന്റ് വന്നിട്ടുള്ളത് ഷീൽഡൻ്റെയും ഷ്വാൻ്റെയും ഒരു ഐഡിയാസിൽ നിന്നാണ്. അടുത്ത, സെൽ ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് ഇൻ ഓൾ ലിവിങ് തിങ്സ്. എല്ലാ ലിവിങ് തിങ്സിൻ്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് സെല്ലാണ്. ഇതും ഷ്വാൻ, ഷീൽഡൻ്റെയും ഐഡിയ ആണ്. ലാസ്റ്റ് പോയിന്റ്, ഓൾ സെൽസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ഡിവിഷൻ ഓഫ് പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. വൃഷോ പ്രപ്പോസ് ചെയ്ത പോയിൻ്റാണ്, ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലിവിങ് സെൽസിൽ നിന്നാണ് ഡിവൈഡ് ചെയ്ത് പുതിയ ന്യൂ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് മൂന്നുമാണ് സെൽ തിയറീൻ്റെ ബേസിക് കമ്പോണൻസ്. ഇനി ഇതിൽ നിന്ന് മോഡേൺ സെൽ തിയറി വന്നിട്ടുണ്ട്. ഒരു പോയിൻ്റ് കൂടെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടാണ് മോഡേൺ സെൽ തിയറി വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 4 പോയിൻറ്റ്സാണ് മോഡേൺ സെൽ തിയറി. ഫസ്റ്റ്, ദ സെൽ പാസ് ഇൻഫർമേഷൻ ഫ്രം സെൽ ടു സെൽ ഡ്യൂറിങ് സെൽ ഡിവിഷൻ യൂസിങ് DNA. അതായത് ഒരു സെല്ലിൽ നിന്നും വേറൊരു സെല്ലിലോട്ട് സെൽ ഡിവിഷൻ വഴിയാണ് ഒരു സെല്ലിൻ്റെ ഇൻഫർമേഷൻ DNA വഴി, DNA ആണ് സെൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്, പാസ് ചെയ്യുന്നത് സെൽ ഡിവിഷൻ വഴിയാണ്. നെക്സ്റ്റ്, ഓൾ സെൽസ് ഹാവ് ബേസിക്കലി ദ സെയിം കെമിക്കൽ കോമ്പോസിഷൻ ആൻഡ് മെറ്റബോളിക് ആക്ടിവിറ്റീസ്. എല്ലാ സെൽസിനും ബേസിക്കലി എല്ലാം കെമിക്കൽ കോമ്പോസിഷനും മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഒക്കെ എന്താണ്, സെയിം ആണ്. അതായത് മെംബ്രെയിൻ ഉണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്, DNA, ബാക്കി സെൽ ഓർഗനൽസ്, സൈറ്റോപ്ലാസം ഒക്കെ സെയിം ആയിരിക്കും. ഓൾ സെൽസ് ഹാവ് ബേസിക്കലി ദ സെയിം കെമിക്കൽ ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് അതായത് മൂവ്മെൻറ്റ്, ഡൈജഷൻ ഒക്കെ എന്തായിരിക്കും, എല്ലാ സെൽസിനും ബേസിക്കലി സെയിം ആയിരിക്കും. സെൽ ആക്ടിവിറ്റി ഡിപ്പെൻഡ് ഓൺ ആക്ടിവിറ്റീസ് ഓഫ് സ്ട്രക്ചേഴ്സ് വിത്തിൻ ദ സെൽ. അതായത് ഒരു സെല്ലിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓർഗനൽസ്, ന്യൂക്ലിയസ്, അതിൻ്റെ കവറിങ് ആയിട്ടുള്ള പ്ലാസ്മ മെംബ്രെയിൻ, പ്രോട്ടീൻസും സിന്തസിന് വേണ്ടിയിട്ടുള്ള റൈബോസം, ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഒരു സെല്ലിൻ്റെ ആക്ടിവിറ്റി, അതിൻ്റെ ടോട്ടലായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് സെൽസിനെ കുറിച്ചും സെൽ തിയറി, ഡിസ്കവറി ഓഫ് സെൽസിനെ കുറിച്ചൊക്കെ പറയാനുള്ള ടോപ്പിക്സ് ഇത്രയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്